അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ വെറുമൊരു യൂട്യൂബ് വീഡിയോ ആയി കണക്കാക്കരുത്. നമ്മൾ മരണവാർത്തകളാണ് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാറ്. എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവർ, അവരുടെയൊക്കെ കുടുംബത്തിൻ്റെ വേദനയിലാണ് നമ്മളൊക്കെ പങ്കുചേരുന്നത്. ഒരുപാട് മരണപ്പെട്ടവർക്ക് നമുക്കിതിലൂടെ ദുആ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ, ആമീൻ. അബദ്ധത്തിലും അപകടത്തിലുമായി ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ കുടുംബത്തിൽ ചെന്ന് നോക്കിയാലേ അറിയൂ ആ മാതാപിതാക്കളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും. നമ്മളൊക്കെ അറിഞ്ഞതാണ്, നമ്മൾ അവരുടെ മനസ്സ് തൊട്ടറിഞ്ഞതാണ്. ചില മാതാപിതാക്കളുടെയൊക്കെ മാനസിക നില തന്നെ തെറ്റിയ അവസ്ഥ. പടച്ച റബ്ബ് അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ. ഒരു ഭ്രാന്തനെ പോലെ നടക്കുന്ന പിതാക്കൾ, ഒരു ഭ്രാന്തിയെ പോലെ നടക്കുന്ന മാതാവ്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. വർഷം 3 ഈ ഒരു മോന് അപകടത്തിൽ മരണപ്പെട്ടിട്ട്. ഈ മോൻ്റെ മാതാപിതാക്കൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ആ മകൻ്റെ പഴയ ഓർമ്മകളിലൂടെയാണ്. 2023 കൊല്ലം ചിതറ സ്വദേശിയായ നിസാമുദ്ദീൻ റസിയ ദമ്പതികളുടെ ഇളയ മകൻ അഫ്സൽ അപകടത്തിൽ മരണപ്പെടുന്നത്. ചിതറ കല്ലുവട്ടം കുഴിയിൽ വെച്ചാണ് അഫ്സൽ മോൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡരികിലെ മൺതിട്ടയിൽ അടിച്ചായിരുന്നു അഫ്സലിന് അപകടമുണ്ടാകുന്നത്. +2 പരീക്ഷ ഫലം കാത്തിരിക്കുകയായിരുന്നു അഫ്സൽ. അപ്പോഴായിരുന്നു ഈ ഒരു മരണം ആ മോനെ തേടിയെത്തിയത്. പടച്ച റബ്ബിൻ്റെ വിധി അങ്ങനെയായിരിക്കാം. അന്ന് അഫ്സലിനോടൊപ്പം ഒരു 19 വയസ്സുകാരനായ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. 2 പേരുമാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടു പോയത്. പടച്ച റബ്ബ് ആ പൊന്നു മക്കൾക്ക് സ്വർഗീയ പൂങ്കാവനം കൊടുക്കുമാറാകട്ടെ, മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കുമാറാകട്ടെ. ഇവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥയാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. സാമ്പത്തികമായി ഏറെ പിന്നോക്കമുള്ള കുടുംബമായിരുന്നു നിസാമുദ്ദീൻ്റെ. ഏറെ കഷ്ടപ്പെട്ടുള്ള ജീവിതമായിരുന്നു. കൃഷിപ്പണിയും കൂലിപ്പണിയും ചെയ്തായിരുന്നു കുടുംബം നോക്കിയിരുന്നത് നിസാമുദ്ദീൻ. മക്കളായിരുന്നു ഏക ആശ്രയം. മക്കൾക്ക് വേണ്ടിയായിരുന്നു ജീവിക്കുന്നത്. അവർ വളർന്ന് ഒരു നിലയിലെത്തിക്കഴിഞ്ഞാൽ ആശ്വാസമാകും എന്ന് കരുതുന്ന മാതാപിതാക്കൾ, അവരുടെ മുന്നിലാണ് ഏറെ ഞെട്ടിക്കുന്ന ഈ ഒരു വാർത്ത വന്നത്. തളർന്നുപോയിരുന്നു അവർ. പിന്നെ ആ മകൻ്റെ ഓർമ്മകളിലായിരുന്നു ഇത്രകാലം ജീവിച്ചിരുന്നത്. മകൻ്റെ മരണത്തോടുകൂടി നിസാമുദ്ദീൻ ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. ഇനി മറ്റൊരാൾക്കും കൃത്യസമയത്ത് ചികിത്സ കിട്ടാതെ പോകുന്ന അവസ്ഥയുണ്ടാകരുത് എന്ന്. ആ ഉപ്പ മനസ്സിൽ ദൃഢനിശ്ചയം എടുക്കുകയായിരുന്നു. മകൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു ആംബുലൻസ് വാങ്ങണം, ആ നാടിന് സമർപ്പിക്കണമെന്നായിരുന്നു ആ ഒരു നല്ലൊരു മനുഷ്യൻ്റെ തീരുമാനം. താൻ അധ്വാനിച്ച് സ്വരൂപിച്ച് അദ്ദേഹം ഒരു ആംബുലൻസ് വാങ്ങുകയാണ്. മകൻ്റെ ഓർമ്മകൾ സജീവമാക്കി നിലനിർത്താൻ ആംബുലൻസിൻ്റെ പുറത്ത് മകൻ്റെ ഒരു ഫോട്ടോയും പതിപ്പിച്ചു. അങ്ങനെ ആ നാടിന് ഏൽപ്പിക്കുകയാണ് മകൻ്റെ ഓർമ്മകൾക്ക് മുന്നിലായി. നിസാമുദ്ദീൻ ഈ ഒരു ആംബുലൻസ് നാടിന് സമർപ്പിക്കുമ്പോൾ പ്രധാനമായി 2 നിബന്ധനകളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സാധാരണക്കാർക്ക് താങ്ങാവുന്ന ഏറ്റവും കുറഞ്ഞ നിരക്ക് മാത്രമേ ഈടാക്കാവൂ എന്ന്. മറ്റൊന്ന്, സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സാ സഹായം നഷ്ടപ്പെടരുത് എന്നും. ഈ 2 നിബന്ധനകളായിരുന്നു നിസാമുദ്ദീനുള്ളത്. എൻ്റെ മകൻ്റെ ഓർമ്മകൾ ഈ നാട്ടിൽ നിലനിൽക്കണം എന്നായിരുന്നു ആ ഒരു ഉപ്പയുടെ ആഗ്രഹം. മറ്റൊരാൾക്കും ഈ ഒരു ഗതി വരാതിരിക്കാൻ ഉപകരിക്കണം എന്നായിരുന്നു നിസാമുദ്ദീൻ പറഞ്ഞത്. ഈ ഒരു വലിയ മനുഷ്യൻ്റെ മനസ്സിന് മുന്നിൽ നാടൊന്നാകെ ആദരവ് അർപ്പിക്കുകയാണ്. നിങ്ങളൊന്ന് നോക്കിയേ, വിധി തട്ടിയെടുത്ത മകൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു നാടിന് പ്രതീക്ഷയായി മാറിയിരിക്കുകയാണ് ഒരു പിതാവ്. അൽഹംദുലില്ലാഹ്, പടച്ച റബ്ബ് അവർക്ക് മുന്നോട്ടുള്ള ജീവിതം റാഹത്തിലാക്കി കൊടുക്കട്ടെ, സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. ആ പൊന്നുമോന് സ്വർഗീയ പൂങ്കാവനം തന്നെ പടച്ച റബ്ബ് കൊടുക്കുമാറാകട്ടെ. ഇതുപോലെ ഓരോ കുടുംബത്തിലും ഓരോ വിഷമങ്ങളും ഉണ്ടാകും. അങ്ങനെയുള്ള ഓരോ കുടുംബത്തിലെ വിഷമത്തിലാണ് നമ്മളൊക്കെ പങ്കുചേരുന്നത്. പ്രിയപ്പെട്ടവരെ, ഏറെ വേദനയോടെ എനിക്ക് നിങ്ങളെ ഇന്ന് അറിയിക്കാനുള്ളത് ഒരു പ്രവാസിയുടെ മരണമാണ്. വീണ്ടും പ്രവാസ ലോകം കണ്ണീരിലായിരുന്നിരിക്കുകയാണ്. 10 വർഷത്തെ പ്രവാസ ജീവിതത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ് ഷഫീർ എന്ന ഈ 38 വയസ്സുകാരൻ. ദോഹ ഖത്തറിൽ പ്രവാസിയായിരുന്ന തൃശൂർ കൊടങ്ങല്ലൂർ സ്വദേശി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു എന്നുള്ള വാർത്ത നാടിനെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ റമദാൻ കൂടാൻ ഷഫീർ നമ്മുടെ കൂടെയില്ല.
ഒരു പ്രവാസിയുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും 10 വർഷത്തിലധികം അവിടെ ജീവിച്ച് അവിടെ തന്നെ പൊലിഞ്ഞു പോവുകയാണ്. പ്രവാസികൾക്ക് വേണ്ടി എന്നും ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. ജീവിതമില്ലാത്ത ജീവനാണ് ഒരു പ്രവാസി. കുടുംബത്തിന് വേണ്ടി ഉരുകിത്തീരുന്ന പ്രവാസി. ഒരുപാട് പ്രവാസികളുടെ കഥകൾ ഞങ്ങൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, ജീവനുള്ള കാലത്തെ നമുക്ക് ജീവിക്കാനുള്ള അവസരമുള്ളൂ. വിഷമങ്ങളും പ്രയാസങ്ങളും കടബാധ്യതകളൊക്കെ തീർന്നാൽ ഉടനെ തന്നെ നാട്ടിലേക്ക് നിങ്ങൾ എത്തുക. കുടുംബവുമായി സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കുക. അതിന് പടച്ച റബ്ബ് തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രവാസിയുടെ കുടുംബത്തോട് എനിക്ക് പറയാനുള്ളത്, അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കടബാധ്യതകളൊക്കെ തീർന്നാൽ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വിളിച്ചേക്കണം പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ. അവരും നമ്മോടൊപ്പം ജീവിക്കട്ടെ എന്ന്, ഉള്ളതുപോലെ അങ്ങ് ജീവിക്കട്ടെ മക്കളോടൊപ്പം. അവർക്കൊരു ശക്തിയായി, അവർക്കൊരു കരുതലായി നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ കാര്യം നിങ്ങൾ തന്നെ നോക്കണം. നിങ്ങൾ പറയാതെ അവരൊന്നും ചെയ്യുകയില്ല. അവരുടെ ജീവനും ജീവിതവും ഒക്കെ നിങ്ങളാണ് അവരുടെ സ്വപ്നം. അത് കണ്ടറിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. 10 വർഷത്തിലധികം പ്രവാസിയായി ജീവിച്ചു. പ്രവാസ ലോകത്ത് നിന്ന് തന്നെ മരണപ്പെട്ടു. ഷഫീറിൻ്റെ ആ മരണത്തിൽ ഞങ്ങളും വേദന അർപ്പിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യണം. കഴിഞ്ഞ 10 വർഷത്തിലധികം ഖത്തറിൽ പ്രവാസിയായിരുന്ന ഷഫീർ ഒരു സ്വകാര്യ കമ്പനിയിലെ ഡ്രൈവറായാണ് ഇത്രകാലം ജോലി ചെയ്തിരുന്നത്. അബ്ദുൽ കരീമിൻ്റെയും ലൈല കരീമിൻ്റെയും മകനാണ് മരണപ്പെട്ടുപോയ ഷഫീർ. വെറും 38 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഹൃദയാഘാതത്തിൻ്റെ പേരിൽ ഒരുപാട് പ്രവാസികളാണ് അങ്ങ് പ്രവാസ ലോകത്ത് നിന്ന് തന്നെ മരണപ്പെട്ടു പോയത്. പടച്ച റബ്ബ് അവർക്കൊക്കെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകുമാറാകട്ടെ. നാട്ടിലിപ്പോൾ ഖബർ ഒരുങ്ങുകയാണ് ഷെരീഫിന് വേണ്ടി. നാടും നാട്ടുകാരും ബന്ധുക്കളും കാത്തു നിൽക്കുകയാണ് ആ പെട്ടിയിലാക്കിയ ആ ഒരു മയ്യത്തിന് വേണ്ടി. ഇതാണ് പ്രവാസിയുടെ ജീവിതം. സന്തോഷത്തോടെ സലാം പറഞ്ഞ് നാട്ടിൽ നിന്നും പോയതാ തിരിച്ചു വരുന്നത് നിങ്ങളൊന്ന് നോക്കിയേ. വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ ഇത്. ജീവിക്കുക, ജീവിച്ചുകൊണ്ട് മരിക്കുക. വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത ആരും ഈ ദുനിയാവിലില്ല. എല്ലാം സഹിച്ചും പുറത്തും അതിനെ തരണം ചെയ്ത് ജീവിക്കാൻ നോക്കുക. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ എല്ലാവർക്കും പടച്ച റബ്ബ് തൗഫീക്ക് നൽകുമാറാകട്ടെ. പടച്ച റബ്ബെ, അർഹമുറാഹിമായ റബ്ബെ, ഷെരീഫ് എന്ന ഈ ഒരു യുവാവ് നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ. ഇവർക്ക് നീ മഅഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ. ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ. പടച്ച റബ്ബെ, ഇവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ നിനക്കറിയാലോ റബ്ബെ. നാളെ അവർക്ക് മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബെ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ. ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബെ. അവരുടെ എല്ലാ സംരക്ഷണവും നീ തന്നെ ഏറ്റെടുക്കണേ റബ്ബെ. പടച്ച റബ്ബെ, നമ്മുടെ പ്രവാസികൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബെ. അവരുടെ കുടുംബത്തിന് നീ ബർക്കത്തേകണേ റബ്ബെ, ഇസ്സത്തേകണേ റബ്ബെ, റഹ്മത്തേകണേ റബ്ബെ. അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും എത്രയും പെട്ടെന്ന് തീർത്തു കൊടുക്കണേ റബ്ബെ. അവർക്ക് നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബെ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ. പടച്ച റബ്ബെ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. പടച്ച റബ്ബെ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബെ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും ദുആ ചെയ്യുക. ഞാനും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്.